വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിലെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിച്ച് ആക്സെപ്റ്റ്സ് ദി ലാംഗ്വേജ് എക്സ്, ദ ലെങ്ത് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 3 ഹാസ് ഓപ്ഷൻസ് എ 2 states, B 3 states, C 4 states and 5 states. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുശേഷം ഇത് നിങ്ങളുടെ ആൻസറിന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ലെങ്ത് ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ Q0 അത് തന്നെ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നമുക്കിവിടെ 0 എക്സ് എക്സ് എക്സ്, അതുപോലെ എക്സ് 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 എക്സ്, ഇങ്ങനെ 0 3 6 9 ഇത്തരത്തിൽ വരുന്നതാണ് നമ്മുടെ സീക്വൻസ് ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ Q0 Q1 Q2. അപ്പോൾ ഇവിടെ Q1 എക്സ് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ് മാത്രമേ വരുള്ളൂ, അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. രണ്ടാമതൊരു എക്സ് വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും. ദെൻ മൂന്നാമതൊന്നുകൂടി വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ആവുള്ളൂ. ഇവിടെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യില്ല, സെക്കൻഡ് എക്സ് വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യില്ല, കാരണം എക്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. നേരെ മറിച്ച് തേർഡ് വൺ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? ഇതിൽ 3 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following regular expressions over 0 1 denotes the set of all strings not containing 100 as substring? അപ്പം 100 എന്നുള്ളത് 100 എന്ന് പറയുന്നത് ഒരു സബ്സ്ട്രിങ്, 100 അല്ല 100, അത് അതിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ ആ ഒരു സ്ട്രിങ്, അങ്ങനെ ഒരു സബ്സ്ട്രിങ് കണ്ടെയ്ൻ ചെയ്യാത്ത സെറ്റ് ഓഫ് സ്ട്രിങ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഓർ മോർ ആണ്. അപ്പോൾ ഇവിടെ 0 സ്റ്റാർ അവിടെ നമ്മൾ എടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നെക്സ്റ്റ് 1 ഓർ 0 ആണ്. അപ്പോൾ 1 എടുത്തു, നെക്സ്റ്റ് ടൈം നമ്മൾ 0 എടുത്തു, വീണ്ടും നമുക്ക് 0 എടുക്കാമല്ലോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് എന്ത് വരും? 100 എന്ന് പറയുന്നൊരു സബ്സ്ട്രിങ് വരും. ഇനി ഓപ്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ ഫസ്റ്റ് 0 നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ദെൻ 1 0 1 വരുന്നുണ്ട്, നെക്സ്റ്റ് ഒരു 0 എന്നുള്ളതിന് സ്റ്റാർ ആണ്. അപ്പോൾ ആ സ്റ്റാർ എന്ന് പറയുന്നത് നമുക്കവിടെ 0, വീണ്ടും സ്റ്റാർ വരുന്ന സമയത്ത് നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെയും നമുക്ക് 100 എന്ന് പറയുന്നൊരു സബ്സ്ട്രിങ് പോസിബിളാണ്. അപ്പോൾ സെക്കൻഡ് 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. തേർഡ് 1ൽ എന്താ, ഫസ്റ്റ് നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, ദെൻ എത്ര 1s വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന് ശേഷം ഒരു 0 മാത്രമേ പോസിബിളായിട്ടുള്ളൂ. അപ്പോൾ നമുക്കവിടെ അതിൽ നമുക്ക് എന്തില്ല, 100 എന്ന് പറയുന്ന സബ്സ്ട്രിങ് കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. നമുക്ക് ഫോർത്ത് ഓപ്ഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തേൽ നമ്മൾ ഒരു 2 സീറോസ് നമ്മൾ ആഡ് ചെയ്തു, കൺസിഡർ ചെയ്തു. ദെൻ 10 ആണ് നമ്മൾ എടുക്കുന്നത്. ആ 10 എന്നുള്ളത് വീണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു, 10 എടുക്കുന്നു എന്ന് വിചാരിക്കാം. ദെൻ നമ്മൾ വീണ്ടും ഒരു 1 എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ 0 സ്റ്റാർ ആണല്ലോ, അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റാർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയും സീറോസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴവിടെ എന്തുണ്ട്, ഒരു സബ്സ്ട്രിങ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെന്താ, അതും നമ്മുടെ ആൻസറായിട്ട് വരുന്നില്ല. അപ്പം ദാറ്റ് ഡിനോട്ട്സ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് നോട്ട് കണ്ടെയ്നിങ് 100 ആസ് സബ്സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ആർ ക്ലോസ്ഡ് അണ്ടർ. അപ്പോൾ നമുക്ക് എല്ലാ ലാംഗ്വേജസും റെഗുലർ ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, റിക്കേഴ്സീവ് ലാംഗ്വേജ്, അതുപോലെ റിക്കേഴ്സീവ് എന്യൂമറേറ്റഡ് ലാംഗ്വേജ്, ഇതെല്ലാത്തിലും വരുന്ന ചില ഓപ്പറേഷൻസും അതിന് ഏതൊക്കെയാണ് ക്ലോസ്ഡ് ആയിട്ട് വരുന്നത് എന്നുള്ള കേസ് നമ്മൾ പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആൻസേഴ്സും നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ റെഗുലർ എന്ന് പറയുന്ന ലാംഗ്വേജ് എല്ലാം ക്ലോസ്ഡ് അണ്ടർ
ഓൾ ഓപ്പറേഷൻസ് ആണ്. യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ് എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അതുപോലെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ഏത് അല്ല എന്നുള്ളത് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് സെറ്റ് ഡിഫറൻസ്, ഇൻ്റർസെക്ഷൻ, അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, കോംപ്ലിമെൻറ്റ്, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, ഈ മൂന്നും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ. അതുപോലെ തന്നെ ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ ഉള്ളത് മാത്രം പഠിക്കുക. അതായത് കോംപ്ലിമെൻറ്റും ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജും ഇൻവേഴ്സ് ഹോമോമോർഫിസവും മാത്രമേ ഡിറ്റർമിനിസ്റ്റിക് CFL ഉള്ളൂ. ഏതൊക്കെയാണ്? കോംപ്ലിമെൻറ്റ്, ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. അതായത് ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ് എല്ലാം തന്നെ ക്ലോസിലായിരിക്കും. അതായത് റെഗുലർ ആയിക്കോട്ടെ, CFL ആയിക്കോട്ടെ, DCFL ആയിക്കോട്ടെ, CSL ആയിക്കോട്ടെ, ഇതിലെല്ലാം യെസ് എന്നുള്ളതാണ് ഇൻ്റർസെക്ഷൻ വിത്ത് റെഗുലർ ലാംഗ്വേജ്. അപ്പോൾ അത് അതുപോലെ തന്നെ പഠിച്ചാൽ മതി. അതിലൊന്നും നമുക്ക് നോ വരുന്നില്ല. അതുപോലെ റെഗുലർ ലാംഗ്വേജ് എല്ലാത്തിലും ക്ലോസ്ഡാണ്. ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ സെറ്റ് ഡിഫറൻസ്, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്. അതുപോലെ CSL അതായത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജിൽ അല്ലാത്തത് ഹോമോമോർഫിസും സബ്സ്റ്റിറ്റ്യൂഷനും മാത്രമേ ഉള്ളൂ. ഹോമോമോർഫിസും അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ. റിക്കർസീവിൽ ഹോമോമോർഫിസും സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഇല്ലാത്തത്. ദെൻ റിക്കർസീവ് എന്യൂമറേറ്റഡിൽ നമ്മൾ സെറ്റ് ഡിഫറൻസ് പറഞ്ഞ പോലെ തന്നെ സെറ്റ് ഡിഫറൻസും കോംപ്ലിമെൻറ്റേഷനും. CFL അതുമാണ് നമ്മൾ പറഞ്ഞത്, സെറ്റ് ഡിഫറൻസും കോംപ്ലിമെൻറ്റും. അതിൻ്റെ കൂടെ CFL എന്തും കൂടിയില്ല, ഇൻ്റർസെക്ഷൻ കൂടിയില്ല. ഇൻ്റർസെക്ഷൻ RECയിലുണ്ട്, റിക്കർസീവ് ലാംഗ്വേജിലുണ്ട്, റിക്കർസീവ് എന്യൂമറേറ്റഡ് ലാംഗ്വേജിലില്ല. അതുപോലെ സെറ്റ് ഡിഫറൻസ് ഏതിലൊക്കെ ഇല്ല? CFLയില്ല, DCFLയില്ല, REയിലും ഇല്ല. നെക്സ്റ്റ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും? കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഏതിലൊക്കെയാണ് ഇല്ലാത്തത്? ഇൻ്റർസെക്ഷനിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ ക്ലീൻ ക്ലോഷറും യൂണിയനും ഉണ്ട്. അപ്പോൾ അതാണ് ആൻസർ. നെക്സ്റ്റ് C എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനും കോംപ്ലിമെൻറ്റ്, ഇത് രണ്ടും അല്ല. മൂന്നാമത്തെ കോംപ്ലിമെൻറ്റ്, ക്ലീൻ ക്ലോഷർ ഉണ്ട്, മറിച്ച് കോംപ്ലിമെൻറ്റിൽ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. Next question, the stack in PDA has unlimited memory, read only, limited memory, none. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്റ്റാക്ക് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് മെമ്മറിയാണ്, സ്റ്റോറേജ് ഏരിയ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ ലിസ്റ്റിങ് നമുക്കതിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ PDA എന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് സ്റ്റാക്കാണ്, അൺലിമിറ്റഡ് മെമ്മറിയാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. The next question, which of the following conversion is not possible algorithmically? Option A, regular grammar to context free grammar, non-deterministic finite state automata to deterministic finite automata, non-deterministic PDA to deterministic PDA, and non-deterministic Turing machine to deterministic Turing machine. അപ്പോൾ ഇതിൽ നമുക്ക് റെഗുലർ ടു കോണ്ടെക്സ്റ്റ് ഫ്രീ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റ് പറയുമ്പോൾ നമ്മൾ ഇക്വാലൻസി നോക്കുന്ന സമയത്ത് നമുക്ക് PDA ആണ്, നോൺ ഡിറ്റർമിനിസ്റ്റിക് PDAയും ഡിറ്റർമിനിസ്റ്റിക് PDAയും ഈക്വൽ പവർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA ടു ഡിറ്റർമിനിസ്റ്റിക് PDA. Next question, if a context-free grammar is generating finite number of strings, then it is a dash grammar. Recursive, non-recursive, ambiguous and unambiguous. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ട്രിങ്സ് ആണെങ്കിൽ, ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ അത് നോൺ റിക്കർസീവ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B. The next question, in some programming languages, an identifier is permitted to be a letter followed by any number of letters or digits. If L and D denotes the set of letter and digits respectively, which of the following expression defines the identifier? Option A, L plus D plus, option B, L into L plus D star, then C, L D star, then D, L D star. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് അവിടെ ഫസ്റ്റ് എന്തായാലും ഒരു ലെറ്റർ ഉണ്ടായിരിക്കും. ദെൻ ദാറ്റ് ഈസ് ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഓർ ഡിജിറ്റ്സ് ആണ്. അപ്പോൾ L എന്തായാലും ഉണ്ടാവും, അതിനുശേഷം എനി നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഓർ ഡിജിറ്റ്സ്. ഓർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് L plus D ആണ് എടുക്കുക. ഇതാണ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആണ്. അപ്പോൾ അത് എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാതിരിക്കാം. അപ്പോൾ അതിൽ വരുമ്പോൾ നമ്മൾ സ്റ്റാർ ക്ലീൻ ക്ലോഷറാണ് യൂസ് ചെയ്യാം.
ദെൻ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കാരണം ഒരു ലെറ്റർ ദാറ്റ് ഈസ് ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഓർ ഡിജിറ്റ്സ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. താങ്ക് യു.